ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഈ ഒരു കുർത്തി ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് 2 മീറ്റർ സബ് സിൽക്ക് മെറ്റീരിയലും പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽ പാച്ച് വർക്കായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു ചുരിദാർ ബിറ്റീൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഞാനിതിൽ പാച്ച് വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ദുപ്പട്ട തന്നെ ഞാൻ അതിലേക്ക് പെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ നമ്മുടെ ലൈനിങ് 4ആയി മടക്കി വെച്ചിട്ട് നമ്മുടെ കയ്യിലൊരു അളവ് കുർത്തി ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഷോൾഡറും ആം ഹോളൊക്കെ ഒന്ന് ഇതിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ അളവ് കുറിച്ച് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. എക്സ്ട്രാ മെഷർമെൻറ്റ്സ് ഒന്നും നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സിന് തയ്ക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് നമ്മളിതിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു കുർത്തി കറക്റ്റായിട്ടൊന്ന് നിവർത്തി വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മാർക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് ആം ഹോളൊക്കെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ബോഡി പാർട്ടിന് കൊടുക്കുന്ന മെറ്റീരിയൽ. 2 മീറ്ററാണ് ആ മെറ്റീരിയൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു ഏലൈൻ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ കുർത്തി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുർത്തിയിൽ ലൈനിങ്ങിൽ മാക്സിമം കിട്ടുന്ന വിഡ്ത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് 2 പീസായിട്ട് എടുക്കുക. ഇവിടെ ഒരു നോച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു അടയാളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കുർത്തി ഇതുപോലെ വീണ്ടും 4ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട്. എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്തൊന്ന് ചെറുതായിട്ട് മേലോട്ട് കർവ് ചെയ്തിട്ടൊന്ന് കൊടുക്കണം കേട്ടോ. അത് ഞാൻ മെയിൻ മെറ്റീരിയൽ അത് നേരത്തെ വീഡിയോയിൽ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്ന ടൈമിൽ അതിലൊന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കതിന് മാക്സിമം എത്ര വിരിവ് കിട്ടുമോ ആ വിരിവിൽ നമുക്ക് എടുക്കാം കേട്ടോ ഈ തുണി. പിന്നെ ഇത് കുറച്ചൊരു കുഴഞ്ഞെടുക്കുന്ന ഒരു കോട്ടനോ സ്ലബ് സിൽക്കോ അങ്ങനെ എന്തോ പറയുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇപ്പോൾ മാർക്ക് ചെയ്ത പോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു ഇതിൽ മാക്സിമം കിട്ടുന്ന ലെങ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 44 ഇഞ്ചൊക്കെ അത് കിട്ടും. ഇതുപോലെ ഒന്ന് 3 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ലൈനിങ് വെച്ച് കറക്റ്റ് അളവിൽ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 മീറ്ററിലാണ് കേട്ടോ നമ്മൾ ഈ സ്ലിറ്റ് ഇല്ലാത്ത എയർലൈൻ ടൈപ്പ് കുർത്തി നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ വളരെ അത് കുറവാണ്. അപ്പോൾ സ്ലീവൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ജോയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് വേണം ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ഒരു പീസ് പോലും നമുക്കിതിൽ വേസ്റ്റ് വരില്ല. ബാക്കി വരുന്ന പീസ് നമ്മളിങ്ങനെ 2ആയി മടക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ എടുക്കുന്നത് 12 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. മൊത്തം നമ്മൾ എടുക്കുന്നത് 15 ഇഞ്ച് ഉണ്ട്. 12ൽ ബാക്കി 3 ഇഞ്ചിലും കൂടുതൽ നമ്മൾ വേറൊരു നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ പാച്ച് വർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മളൊരു 12 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെയിം നമ്മുടെ കൈ സ്ലീവ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്ലീവിൻ്റെ അടയാളം ഇതുപോലെ കൊടുക്കുക. അപ്പോൾ ആ എൻഡ് ഭാഗത്തേക്കായിട്ട് അതായത് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊരു പീസിൻ്റെ ആവശ്യം വരും. ആ പീസ് നമ്മുടെ ഇതിൽ വരുന്നൊരു വേസ്റ്റ് പീസ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് അത് ജോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു പീസ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തയ്ക്കാൻ പറ്റുന്ന ബിഗിനേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ബാക്ക് പോർഷൻ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഒരു യോക്ക് പാർട്ടിൽ നമ്മളൊരു പോട്ട് ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഒരു മെറൂൺ കളർ ക്ലോത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഈ ഫ്രണ്ട് മെറ്റീരിയൽ അതായത് ഫ്രണ്ടിൽ വരുന്ന പീസിന് നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ബോക്സ് വരച്ചു കൊടുക്കാം. നമുക്കൊരു നെക്ക് അതിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പാച്ച് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു രീതിയിൽ 3 ഇഞ്ച് വീതിയിൽ നെക്ക് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 12 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. ഇത് 3 ഇഞ്ചും 12 ഇഞ്ചും അങ്ങനെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതിന് താഴേക്ക് ഒരു 5 ഇഞ്ച് ഇതുപോലെ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തിട്ട് ഒരു പോട്ട് ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഇപ്പുറത്തേക്ക് മടക്കിയിട്ട് ആ ചോക്കിൻ്റെ മാർക്ക് അവിടെ വരുമ്പോൾ ട്രേസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു വരച്ചിട്ടുള്ളൊരു ഒരു ഷേപ്പില്ല, ആ ഷേപ്പിൻ്റെ ഉള്ളിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ മേലെ നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ കഴുത്തൊക്കെ വെട്ടിയെടുക്കുന്നത്, നെക്ക് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക, സെൻട്രൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 4 സൈഡിലും ഓരോ പിന്ന് നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുറത്ത് കാണുന്ന ലൈനിൽ കൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഉള്ളിൽ നിങ്ങൾ നെക്ക് പോലെ കാണുന്നില്ല ചെറിയൊരു
ട്രയാങ്കിൾ ഷേപ്പിൽ പോലെ വരച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ മെറൂൺ കളർ ക്ലോത്ത് കൊടുക്കുന്നത്. അതറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ആ ഒരു ഷേപ്പ് വേണ്ട തോന്നിയിട്ട് ഞാൻ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലല്ല നെക്ക് കൊടുത്തത്. പിന്നെ ജസ്റ്റ് ഒരു കർവായിട്ടുള്ള യു ഷേപ്പിലാണ് കേട്ടോ കൊടുത്തത്. അത് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇതുപോലെ ഈ നമ്മൾ വരച്ചിട്ടുള്ള ലൈനിൽ കൂടെ നിങ്ങൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് അപ്പോൾ നമ്മളത് കറക്റ്റായി വെച്ച് ചുളിയാൻ നമ്മൾ ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഇതിങ്ങനെ വെട്ടിയെടുക്കുക. വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ അടിച്ച അടുപ്പിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെട്ടാൻ. എന്നിട്ട് ഇതുപോലെ ഒരു നോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിലോട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടതുപോലെ അപ്പുറത്തേക്കും നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മളിത് അടിക്കുന്നത്. എന്നിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ അതിൻ്റെ ലൈനിങ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി പിടിച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളിങ്ങനെ അടിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ആ നെക്ക് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ക്യാൻവാസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ആ റൗണ്ട് ഷേപ്പിലുള്ളത് ഒരു ക്യാൻവാസിൽ വെട്ടിയെടുത്തിട്ട് മുന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നെക്കിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു ക്യാൻവാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരും. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ മെറൂൺ കളർ ക്ലോത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് കുറച്ചൊരു സീ ത്രൂ ക്ലോത്താണ്. അപ്പോൾ അതിനൊരു ലൈനിങ് കൂടി വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എത്രത്തോളം പീസ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് ഇതുപോലെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത്ര പീസ് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ മെറൂൺ ഇതിന് ഒരു ക്യാൻവാസിൻ്റെ ചെറിയ കഴുത്ത് പോലെ നമ്മൾ വെട്ടി കൊടുക്കുന്നുണ്ട്. ഒരു 5 ഇഞ്ച് വിരിവിലാണ് കേട്ടോ നമ്മളത് വെട്ടി കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക, അടിച്ചു കൊടുക്കുക. നമ്മൾ നോർമലി ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ ചുരിദാറിൻ്റെ നെക്കിൽ കഴുത്തടിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ക്യാൻവാസ് വെച്ച് അടിക്കണം എന്നില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് മറ്റേത് ചെയ്ത പോലെ മറിച്ചടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അവിടെ ചെറിയൊരു വർക്ക് കൊടുക്കുന്നുണ്ട് ബീഡ്സ്. അപ്പോൾ ഒരു സ്റ്റിഫായി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ആദ്യം നമ്മൾ വരച്ച നെക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു യു ഷേപ്പ് പോലെ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോർമലി നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് ചെയ്യുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യുന്നതൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നുള്ള വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോസിലൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താലും മതി. അതിനുശേഷം നമ്മളിങ്ങനെ അടിച്ചതിൻ്റെ മേലെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മൾ കറക്റ്റാക്കി വെച്ച് പിന്നു കുത്തിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മളതിൻ്റെ സ്ലീവിൻ്റെയും ബാക്ക് പോർഷൻ ഒന്നും കാണിക്കുന്നില്ല. അതൊക്കെ മുന്നുള്ള വീഡിയോയിൽ ചെയ്തിട്ട് കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നെക്ക് ലൈനിലൂടെ ഒരു കട്ട് ബീഡ്സ് കൊണ്ട് ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് വെച്ച് ജസ്റ്റ് ഒരു ലൈന് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കിൻ്റെയും ബാക്ക് പോർഷൻ അടിക്കുന്നതിൻ്റെയും സ്ലീവ് അടിക്കുന്നതിൻ്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. അത് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഉണ്ട്. അതൊന്ന് കണ്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ബീഡ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കോർക്കേണ്ട വെച്ചൊരു ഐഡിയ ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് ഇങ്ങനെ കട്ടിലൊട്ടിച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതൊക്കെ അതിൽ ഒട്ടി പിടിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ ടിപ്പാണ്. അതും അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ലീവിൻ്റെ അടിയിലും ഈ ഒരു സെയിം വർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നെക്കിന് കൊടുത്ത പോലെ ലൈൻ പോലെ സ്ലീവിനും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക സ്ലീവിൻ്റെ അടിയിൽ. അത് നിങ്ങളുടെ ചോയ്സ് പോലെ താഴെ മേലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളായി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു ചെറുതായി ഒരു ഭംഗി തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ബാക്കി നമുക്ക് ഈ ഒരു ചുരിദാർ ബിറ്റ് അടിച്ചതിൽ ബാക്കി വന്ന പീസുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ബാക്കി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്ലെയിൻ മെറ്റീരിയലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ സ്ലീവിന് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വേസ്റ്റ് പീസുകളൊക്കെ വരുമ്പോൾ അത് കളയാണ്ട് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയിൻ കുർത്തിയൊക്കെ ഒന്ന് ജസ്റ്റ് അടിപൊളിയായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ നെക്കും സ്ലീവും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുന്തൻ സ്റ്റോൺ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നെക്കിലെ വർക്ക് പോലെയൊക്കെ ഒന്ന് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ കുർത്തി ഒരു 2 മീറ്ററിലാണ് നമ്മളിത് ചെയ്തിരുന്നത്. സ്ലീവിന് ഒരു ചെറിയ ജോയിൻറ്റ് വരും. അത് ആ ഒരു പ്രശ്നം അതിന് വരുന്നുള്ളൂ. എന്നാലും നമുക്ക് 2 മീറ്റർ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കുർത്തി എന്തായാലും തയ്ച്ചെടുക്കാൻ പറ്റും. ഇതൊരു മീഡിയം സൈസാണ് വരുന്നത്. 44 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.